ഹലോ. കീഴാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. കീഴാടിയിലെ ഒരു എക്സ്കവേഷൻ നടന്നിരുന്നു. അവിടെ കുറച്ച് അർബൻ സിവിലൈസേഷൻ്റെ, അതായത് ഒരു നാഗരികതയുടെ കുറേ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ASI സപ്രസ് ചെയ്യാൻ നോക്കി, ഇന്ത്യൻ ഗവൺമെൻറ് അത് സപ്രസ് ചെയ്യാൻ നോക്കി, തമിഴ്നാട് ഗവൺമെൻറ് അത് പിന്നെയും കുത്തിപ്പൊക്കി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മധുരയുടെ അടുത്ത് കീഴാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറേ നാൾ മുമ്പ് ആനന്ദ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് ASIയുടെ തന്നെ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾ, അവിടുത്തെ ആൾക്കാർ കീഴാടിയിലുള്ള പണ്ട് മുതലേ ആൾക്കാർക്ക് അവിടെ അറിയാം, അവിടെ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ആൾക്കാർ എവിടെ കുഴിച്ചാലും ഓരോ പോട്ടറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, നാണയങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും കിട്ടും, പിന്നെ ഇഷ്ടികകളൊക്കെ കിട്ടുമായിരുന്നു. അപ്പം ASIയുടെ പേരിൽ അവിടെ ഒരു എക്സ്കവേഷൻ നടത്തി. അപ്പോൾ എക്സ്കവേഷനിൽ എന്നിട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു നാഗരികതയുടെ ഒരു സംഭവമാണ് അതവിടെ കിട്ടിയത്. അത്ഭുതകരമായിട്ടുള്ള ഒരു നാഗരികത. അതായത് ശരിക്കും ഇഷ്ടം പോലെ വീടുകൾ, ഡ്രെയിനേജ് സിസ്റ്റം, അണ്ടർ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം, കിണറുകൾ, പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ, കുറേ റോമൻ നാണയങ്ങൾ, അല്ലാത്ത നാണയങ്ങൾ, പിന്നെ ചെറിയ ചെറിയ എഴുത്തുകൾ, അതുമാത്രമല്ല ഇരുമ്പിൻ്റെ ആയുധങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഡേറ്റ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ അത്ഭുതം വന്നത്. ഡേറ്റ് ചെയ്തപ്പോൾ അത് ഏകദേശം ഒരു 600 BC ആണ് അവിടെ അതിന് കിട്ടിയത് ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പുള്ള നാഗരികത, ഹിസ്റ്റോറിക്കലായിട്ട് നാഗരികത തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ളത് സംഘം പീരീഡ് ഏകദേശം 300 BC, അതായത് 200-300 BC കൊല്ലം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നത്. അതാണ് അവിടെ തൊട്ടാണ് ഹിസ്റ്ററി തുടങ്ങുന്നത്, എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ എഴുത്ത് അപ്പം തമിഴ് ബ്രഹ്മി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ അപ്പോഴാണ് വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടുകാരൊക്കെ അവരുടെ ആ കൾച്ചറിൻ്റെ തുടക്കം ഏറ്റവും ഗോൾഡൻ പീരീഡായിട്ട് വെച്ചിരിക്കുന്ന ആ സംഘം പീരീഡാണ്. പക്ഷേ തേർഡ് സംഘം പീരീഡ് 300 BC സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സംഘം പീരീഡ് വളരെ പണ്ട് മുതൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു മിത്തോളജി അവിടെയുണ്ട്. അപ്പോൾ ആ മിത്തോളജിക്ക് ഒരു ബലം കൊടുക്കുന്ന ഇതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇത് സംഭവിച്ച ഉടനെ തന്നെ പതുക്കെ ASIയുടെ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുകയും ആനന്ദ് രാമകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റുകയും അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആനന്ദ് രാമകൃഷ്ണൻ മാറ്റിയില്ല, അത് പിന്നെയാണ് ഉണ്ടായത്. എന്തായാലും അതിൻ്റെ ഫണ്ടിങ് കുറയ്ക്കുകയും ഇന്ത്യ ഗവൺമെൻറ് അത് നിർത്തണം എന്ന് പറയുന്ന എക്സ്കവേഷനൊക്കെ നിർത്താൻ പോയപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ഇതിൻ്റെ പഴയകാല 600 BC ആണ് ഇതിൻ്റെ ടൈം ലൈൻ എന്നൊക്കെ ഉള്ളത് പിന്നീടാണ് വന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറച്ച് മാറ്റിമറിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ടൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. ആകെ ഇത്രയേ ഉള്ളൂ എൻ്റെ സംഭവം. ഇന്ത്യയിൽ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന കാലം വന്നേക്കുന്നത് ഏകദേശം ഇതുപോലെ ഒരു 600 BC സമയത്ത് ഗാഞ്ചറ്റിക് പ്ലെയിനിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഈ അയൺ ഏജ് തുടങ്ങിയത്. അപ്പോൾ ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു അർബൻ സെറ്റിൽമെൻറ്റ് സെക്കൻഡ് അർബനൈസേഷനാണ്. ഫസ്റ്റ് അർബനൈസേഷൻ അല്ല. ഫസ്റ്റ് അർബനൈസേഷൻ ഇൻഡസ് വാലിയിലാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഇതുപോലെ ഒരു 4000-5000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആലോചിക്കണം, ഒരു 2500 BC തൊട്ട് 1900 BC വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ അർബൻ സംഭവങ്ങളും നശിച്ചു പോയി പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് അർബനൈസേഷൻ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ ഉണ്ടായതിന് ശേഷം പിന്നെയും ഒരു 200-300 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് സൗത്തിലേക്ക് വന്നിട്ടാണ് ഇവിടെ സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായത് എന്നുള്ളൊരു കൺസെൻസസ് കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ പലപ്പോഴും ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതും സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ വരുന്നത്. പക്ഷേ ഈ കീഴാടി കാണിക്കുന്നത് വേറൊന്നുമല്ല. ഇത് അർബനൈസ്ഡ് സെറ്റിൽമെൻറ്റ്സ് ഇന്ത്യയിൽ പല സ്ഥലത്ത് ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈവൻ 600 BC ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്ന് മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. അതിനകത്ത് വലിയ അത്ഭുതമില്ല. കാരണം ഫസ്റ്റ് അർബനൈസേഷൻ ഇപ്പം പറഞ്ഞ പോലെ 3000 കൊല്ലം, ഇപ്പോൾ ഒരു 2500 BC തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. BC തൊട്ട് അവിടെ ഇന്ത്യയുടെ
ഗുജറാത്ത് വരെയുള്ള ഭാഗത്ത്, പാകിസ്ഥാൻ തൊട്ട് ഗുജറാത്ത് വരെയുള്ള ഭാഗത്ത് ഉണ്ടായിരുന്നു, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല കാരണങ്ങളും കൊണ്ടും നശിച്ചു പോയാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തായാലും ആ കൾച്ചറൽ മെമ്മറി ഉള്ള ആൾക്കാർ എന്തായാലും ഈ സൗത്തിലേക്കും ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും അവർക്കൊരു അർബൻ സിവിലൈസേഷൻ ഉണ്ടാകാം എന്നുമുള്ള നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് വേറെ ചില പോയിന്റേഴ്സ് ഉണ്ട്. ഈ കീഴാടിനകത്ത് പിന്നെ പാലസസ് ഇല്ല, കൊട്ടാരങ്ങളില്ല, വലിയ പ്രീസ്റ്റുകൾ, ടെമ്പിൾസ് ഇല്ല, ഒരു ദൈവങ്ങളുടെ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാവുന്ന ദൈവങ്ങളുടെ ഒന്നും ലക്ഷണമില്ല എന്നുള്ളത് വേറൊരു വലിയ പ്രശ്നമാണ് കീഴടിയെ പറ്റി പഠിക്കുമ്പോൾ പലർക്കും. അപ്പോൾ അതും കൂടെ ഒരു കാരണമാണ് ഇതിനെ സപ്രസ് ചെയ്യാനുള്ള ഒരു കാരണം. മാത്രവുമല്ല ഈ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ഇതിന് ചെറിയ ഒരു ഒരു ചെറിയ ബന്ധം ഉണ്ടോ, കൾച്ചറൽ ബന്ധങ്ങളുണ്ടോ? ഈ പറഞ്ഞ പോലെ പ്രീസ്റ്റ്സ് ഇല്ല, പുരോഹിതരില്ല, ദൈവങ്ങളില്ല, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ്, വലിയ രാജാക്കന്മാരില്ല, വലിയ കൊട്ടാരങ്ങളില്ല എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഇതിന് ഈ കീഴടിയിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനകത്ത് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ പറയാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ അത് പറയണമെങ്കിൽ, ആ കാര്യങ്ങൾ പറയണമെങ്കിൽ കുറേ പറയണം. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമാണ് കീഴടിയുടെ ഇപ്പോഴുള്ള ആ ഒരു കോൺട്രവേഴ്സിക്ക് കാരണം. അതായത് സെയിം ടൈം ലൈൻ അല്ല, സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന സാധനം, അയേൺ ഏജ് ഒക്കെ ഉണ്ടായത്, ഇന്ത്യയിൽ ഉണ്ടായത് ആ സമയത്താണ്. 600 BC ഒക്കെ സമയത്ത് നോർത്തിൽ നിന്ന് ഉണ്ടായി സൗത്തിലേക്ക് പതുക്കെ വന്ന് ഇവിടെ ഒരു 300 BC ഒക്കെ ആയപ്പോഴേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നത് ഏകദേശം സെയിം ടൈമിൽ ഇവിടെ ഒരു നല്ല അർബനൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാണിക്കുന്നു. അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, മുസിരിസ് എന്ന് പറയുന്ന പോർട്ട് നമ്മുടെ ഇവിടെ അതിൻ്റെ ഭയങ്കര അർബൻ സെറ്റിൽമെൻ്റ് ആയിട്ട് നമുക്ക് അത്രയും കിട്ടിയില്ലെങ്കിലും, കീഴടിയുടെ പോലെ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കിവിടെ ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് ട്രേഡ് നടന്നിരുന്നു എന്നും, റോമൻ അംഫോറാസ്, റോമാക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇവിടെ ഡെഫിനറ്റായിട്ടും വളരെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഏകദേശം ഈ കീഴടിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളും നമ്മുടെ ഈ കൊടുങ്ങല്ലൂരും മുസിരിസിലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും വലിയൊരു റാഡിക്കലായിട്ടുള്ള മാറ്റം ശരിക്കുമല്ല. പക്ഷേ റാഡിക്കലായിട്ടൊരു മാറ്റമായിട്ട് വേണമെങ്കിൽ ചിലർക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വേറെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കൂടെ അറിയാതെ ഇത് ഈ കീഴടി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിൽ ഒരു വലിയ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അതായത് 2500 BC മുതൽ 1900 BC വരെ ഉണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന അതിഭീകരമായ സിവിലൈസേഷൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സിവിലൈസേഷൻ ആയിരുന്നു. അത് ഈ ഭൂമിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ അർബൻ സിവിലൈസേഷൻസിൽ ഒരെണ്ണം ആയിരുന്നു എന്നല്ല, ഏറ്റവും വലുത് ചിലപ്പോൾ ആയിരുന്നിരിക്കാം. ഈജിപ്ഷ്യൻ, സുമേറിയൻ, ബാബിലോണിയൻ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സ്ഥലത്തുള്ളത്, പിന്നെ ഹോയാങ്ഹോ റിവറിൻ്റെ അവിടെയുള്ള ചൈനീസ് സിവിലൈസേഷൻ, പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആരായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതുവരെയുള്ള പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡീസ്, ആൻഷ്യൻ DNA വെച്ചിട്ടുള്ള ജനറ്റിക് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു 60,000 കൊല്ലം മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ജനതയും 9,000 കൊല്ലം മുമ്പ് ഒരു ഇറാനിയൻ ഫാമർ ആൻസെസ്ട്രി ഉള്ള, ഇറാൻ്റെ അവിടെയുള്ള കുറച്ച് അഗ്രികൾച്ചറൽ ആൾക്കാരുടെ കുറച്ച് ജനറ്റിക് മിക്സിങ് ഉള്ള ഒരു കുറേ ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിവിലൈസേഷൻ കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 1000-1500 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ വലിയ തോതിൽ പിന്നെയും ഇൻഡോ യൂറോപ്യൻസ് വന്നതും സംസ്കൃത ലാംഗ്വേജ് വന്നതും എന്നുള്ളതിന് കുറേ ജനറ്റിക് തെളിവുകളും ആർക്കിയോളജിക്കൽ തെളിവുകളും ലിംഗ്വിസ്റ്റിക് തെളിവുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഈ കോൺട്രവേഴ്സിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ.